Hi dears, welcome back to my channel. നമ്മൾ ഇന്ന് പോകുന്നുള്ളത് കാസർഗോഡ് കരിച്ചേരി വ്യൂ പോയിന്റ് കാണാനാണ്. നമ്മുടെ വീടുള്ളത് കാസർഗോഡ് കൊളത്തൂരാണ്. അപ്പോൾ പൊയിനാച്ചി പോകുന്ന റൂട്ടിലാണ് കേട്ടോ ഈ വ്യൂ പോയിന്റ് ഉള്ളത്. ഇങ്ങോട്ട് വരുമ്പോൾ 5 ഹെയർ പിൻ വളവുണ്ട്. അത് കഴിഞ്ഞ ശേഷം കരിച്ചേരി പാലമാണ് കേട്ടോ ഉള്ളത്. ഇത് ഈ കാണുന്നതാണ് കേട്ടോ കരിച്ചേരി പാലം. ഇതും കൂടി കഴിഞ്ഞിട്ടാണ് കരിച്ചേരി വ്യൂ പോയിന്റിലേക്ക് എത്തുന്നത്. നമ്മൾ കാസർഗോഡ് എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന റൂട്ടിൽ തന്നെയാണ് ഈ കരിച്ചേരി വ്യൂ പോയിന്റ് ഉള്ളത്. പോകുന്ന വഴിക്ക് തന്നെയാണെങ്കിലും നമുക്ക് വ്യൂ പോയിന്റ് കാണാൻ നല്ല അടിപൊളി സമയം വൈകുന്നേരം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു ദിവസം വൈകുന്നേരം എടുത്തതാണ് കേട്ടോ ഈ വീഡിയോ. കരിച്ചേരി വ്യൂ പോയിന്റ് 2 വർഷം മുമ്പ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഇപ്പോൾ ഇത് എത്രത്തോളം ചേഞ്ച് ആയിട്ടുണ്ട് എന്നുള്ളത്. വലിയൊരു ചേഞ്ച് എന്ന് പറയുന്നത് വ്യൂ പോയിന്റ് വിസിറ്റ് ചെയ്യാൻ വരുന്നവരുടെ എണ്ണമാണ്. നല്ല മാറ്റമുണ്ട്. പിന്നെ ഇവിടെ ചെറിയ കുറേ തട്ടുകടയെല്ലാം സ്റ്റാർട്ടായിട്ടുണ്ട്. നമുക്കൊന്ന് റിലാക്സ് ആവണമെന്ന് തോന്നുമ്പോൾ വരാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഇത്. പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസെല്ലാം എടുക്കാം. പിന്നെ കുറേ ട്രാവൽ ചെയ്ത് വരുന്നവരുണ്ടെങ്കിൽ അടുത്ത് തന്നെ കുറേ ഹോട്ടലും പിന്നെ അതുപോലെ തട്ടുകടയെല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് വീഡിയോയിൽ എടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആയി നല്ല മഴ വന്നു. പിന്നെ ഞാനിതാ കുടയെല്ലാം എടുത്ത് കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ പിന്നെ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് നോക്കി. മഴ കുറയാത്തതുകൊണ്ട് മടങ്ങിപ്പോയിട്ടാ. പിന്നെ എപ്പോഴോ ഇല കൂടി വരുമ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. ഇത് ഈ അടുത്താണ് കേട്ടോ ഇങ്ങനെ തട്ടുകടയെല്ലാം സ്റ്റാർട്ടായിട്ടുള്ളത്. കുറേ ചെറിയ ചെറിയ ഷോപ്പുണ്ട്. കുറേയെല്ലാം മഴയത്ത് നശിച്ചു പോയിട്ടുണ്ട്. ഈ ഒരു സ്പോട്ട് ഇത്രയധികം ഫേമസ് ആയത് ഈ അടുത്ത് തന്നെയാണ്. കാസർഗോഡിൻ്റെ പല ഭാഗത്തു നിന്നും ആൾക്കാർ വരുന്നുണ്ട്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മളെ കാര്യം. നമ്മൾ ഈ സ്പോട്ടിലേക്ക് തന്നെ ആയിട്ട് വരൽ കുറേ തന്നെയാണ്. ഇതിലെ കൂടി വരുമ്പോൾ ഇവിടെ കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്യുന്നല്ലാണ്ട് ഇത് കാണാനായിട്ട് മാത്രം വരുന്നത് കുറവ് തന്നെയാണ്. അങ്ങനെ നമ്മളും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ.